63 വർഷം ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ ഒരു വ്യാപാരിയാണിത്. തോമാച്ചായൻ്റെ കാലത്തെ ഓണത്തെക്കുറിച്ച് പറയും. ചങ്ങനാശ്ശേരി കമ്പോളത്തിൽ നടന്ന ഓണക്കച്ചവടം അതൊക്കെ എങ്ങനെയായിരുന്നു തോമാച്ചായൻ്റെ ഓർമ്മയിലുള്ള ഓണം എങ്ങനെയായിരുന്നു? ഓണം വട്ടപ്പള്ളി കുട്ടികളിൽ വരിക ഓണം അത് തട്ട് ഒന്നാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ മരുന്ന് പാക്കച്ചവടം കുരിശോടി പാക്കച്ചവടം, അത് കഴിഞ്ഞാണ് മരുന്ന്, അത് കഴിഞ്ഞാൽ കൊട്ടക്കച്ചവടം, അത് കഴിഞ്ഞാൽ കൊല. അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റു പച്ചക്കറികളെല്ലാം പച്ചക്കറി പറഞ്ഞാൽ വട്ടപ്പള്ളി വരെ കച്ചവടമാണ്. നിരന്ന് ജനങ്ങള് നല്ല ഒഴുക്കാ. അത് കച്ചവടമാ. ഇതെന്നാ ഇന്നിവിടെ ഫുട്ബോൾ കളിക്കുക, ഒറ്റ മനുഷ്യനില്ല, മൈതാനമാ, ഒരാളില്ല. അതാണ് കാലം. അത്രയ്ക്ക് അതപ്പതിച്ചു പോയി ചങ്ങനാശ്ശേരി മാർക്കറ്റ്. പിന്നീട് എന്നാ മനക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് വള്ളംകളി ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അതങ്ങ് നിന്നുപോയി. ഈ എല്ലാം നിന്നു പോവുകയല്ലാതെ ചങ്ങനാശ്ശേരി പുതിയതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അതിനാർക്കും താല്പര്യവും ഇല്ല, ഭരണത്തിനുമില്ല, ഭരണത്തിലിരിക്കുന്നവർക്കും ഇല്ല, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിക്കും ഇല്ല, ഒന്നുമില്ല. അവർ വർഷം ടാക്സും കാര്യങ്ങളും ഒക്കെ കൂട്ടുന്നുണ്ടെന്നുള്ള അല്ലാതെ ജനങ്ങൾക്കാവശ്യമായ ഒന്നും ചെയ്യുന്നില്ല. ജനങ്ങൾക്കാവശ്യമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഈ ചങ്ങനാശ്ശേരി എത്രയോ നല്ല രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവരാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ബോട്ട് ജെട്ടി, ഇതിനോടടുത്ത് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല ഹൈറേഞ്ച് പ്രദേശം, ടൂറിസത്തിന് പറ്റിയൊരു നാടാണ് നമ്മുടെ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഇടതാണേലും വലതാണേലും ആർക്കും ചങ്ങനാശ്ശേരിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ചങ്ങനാശ്ശേരിയെ മുന്നോട്ട് കൊണ്ടുവരാൻ അതിന് യോഗ്യരായിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിന് തലയിൽ ആൾതാമസമുള്ളവരൊന്നും ചങ്ങനാശ്ശേരിയിൽ ഇല്ല. അതാണ് നമുക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ പറ്റ്. ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് ചങ്ങനാശ്ശേരി മാർക്കറ്റാണ്, നിങ്ങൾ കണ്ടോ? ചങ്ങനാശ്ശേരി നാളെ ഓണമാണ്. ഇന്ന് ഓണച്ചന്ത നടക്കുന്ന ഒരു സ്ഥലമാണ്. ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ, വെറും ശൂന്യത. ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ നോക്ക്, ഒരു ചങ്ങനാശ്ശേരി മാർക്കറ്റ് നോക്ക്. ഇവിടെ ഇന്ന് ആരുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ കച്ചവടം എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാരും കിഴക്ക് നിന്നുള്ള ആൾക്കാരും ഒക്കെ വന്ന് കച്ചവടം നടന്ന വലിയൊരു മാർക്കറ്റ്. ഇപ്പോൾ ആച്ചായം പറഞ്ഞില്ലേ, ഇവിടെ പാക്കച്ചവടം, കൊട്ടക്കച്ചവടം, അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീണ്ടു നിവർന്ന് അങ്ങേ അറ്റം വരെ ഒരു 2 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ചന്തയായിരുന്നു. പെരുന്നാൾ പോലെ ആൾക്കാരുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇവിടെ. പക്ഷേ ഇന്ന് ഇവിടുത്തെ ശൂന്യത കണ്ടോ? ഇന്നിപ്പോൾ ഉള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ചിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹണി റോസ് ഒരു സിനിമാ നടിയാണ്. അപ്പം അത് വരുന്നിടത്താണ് നിന്ന് ഈച്ച പോലെ ആൾക്കാർ പൊതിയുക. അത് ഇവിടെ പിന്നെ അതിൻ്റെ പുറകെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇപ്പോൾ അതിൻ്റെ പുറകെയാണ്. അതെവിടെയെങ്കിലും ഉദ്ഘാടനത്തിന് വരും, ഈച്ച പോലെ ആൾക്കാർ പൊതിയും. ഇപ്പം അതാ ഒരു ഉത്സവം അങ്ങനെയായി മാറിയിരിക്കുക. നമ്മുടെ നാടിൻ്റെ പോക്ക് കണ്ടോ? ഇന്ന് മാവേലി തമ്പുരാൻ വന്നാൽ പോലും അതിൻ്റെ പുറകെ ആരും ഇല്ല. ഇന്ന് ഇതിൻ്റെയൊക്കെ പുറകെയുള്ള ആൾക്കാർ അങ്ങനെ ആയിപ്പോയി നമ്മുടെ നാട്.